അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം, എഴുത്തുകാരനാണ്, ആക്ടിവിസ്റ്റാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഒരുപാട് കാലം നീണ്ടിരുന്ന ഒരു സ്വപ്നമായിരുന്നു നവകേരളം അല്ലെങ്കിൽ കേരളപ്പിറവി, തിരുക്കൊച്ചി, മലബാർ എന്നിൽ നിന്ന് മാറി വലിയൊരു സങ്കല്പം. പക്ഷേ ആ സങ്കല്പം 60 വർഷങ്ങളിലേക്ക് അടുക്കുമ്പോൾ 6 പതിറ്റാണ്ട് കഴിഞ്ഞു, ഒരുപാട് നീണ്ട കാലയളവ് ഉണ്ടായിരുന്നു. പഴയ ചേര സാമ്രാജ്യം, ഈ ചേരളം ആണ് കേരളമായി മാറുന്നത്. തിരുവിതാംകൂറും കൊച്ചിയും മലബാറും ഒന്നിച്ച് ഒരുപാട് കേരങ്ങളുള്ള ഈ പ്രദേശം വന്നപ്പോൾ നമ്മൾ ഒരു കൊച്ചു സംസ്ഥാനമാണ്, പക്ഷേ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ വളരെ കൂടുതലാണ്. നമ്മുടെ പോസിറ്റീവ്സ് പറഞ്ഞാൽ നമുക്ക് നല്ല സീനിക് ബ്യൂട്ടി ഉണ്ട്, ഗോഡ്സ് ഓൺ കൺട്രിയാണ്, നല്ല ക്ലൈമറ്റ് ഉണ്ട്. പക്ഷേ നമ്മുടെ ഒരു ഏരിയാസ് ഓഫ് വീക്ക്നെസ് പറയുകയാണെങ്കിൽ വേണ്ട രീതിയിൽ മനുഷ്യ വിഭവശേഷി ഇന്നും നമ്മൾ പിന്നിലാണ്. നമുക്ക് ജോലി അടക്കമുള്ള കാര്യങ്ങളുണ്ടെങ്കിലും നോക്കിയാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ നടക്കുന്ന സംസ്ഥാനങ്ങളിലൊന്ന് കേരളമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡിപ്രസ്ഡ് ആയ വിഷാദരോഗമുള്ള സംസ്ഥാനങ്ങളിലൊന്ന് കേരളമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡിവോഴ്സുകളുടെ വർധനവുണ്ടായ സംസ്ഥാനം കേരളമാണ്. ഏറ്റവും കൂടുതൽ ഓൾഡ് ഏജ് ഇഷ്യൂസ്, ജീറിയാട്രിക് ഇഷ്യൂസ് ഉള്ളത് കേരളമാണ്. ഡ്രഗ് അബ്യൂസ് കഴിഞ്ഞ 1-2 വർഷമായിട്ട് കൂടി വരുന്ന സംസ്ഥാനവും കേരളമാണ്. നമുക്ക് ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് ഉണ്ട്. ആദ്യത്തെ ടെക്നോ പാർക്ക് നമ്മുടെ നാട്ടിലാണ്. ഒരുപാട് ഭൂപരിഷ്കരണം, പുരോഗമനപരമായ സ്റ്റെപ്സ് വന്നു. എന്നാൽ അതോടൊപ്പം വേണ്ട രീതിയിൽ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഒരു ലോക നിലവാരത്തിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ പോലെ ഒരുപാട് സ്ഥലം നമുക്കില്ല. അതുകൊണ്ട് വലിയ മാനുഫാക്ചറിങ് യൂണിറ്റ്സ് ഒന്നും ഇവിടെ കൊണ്ടുവരാൻ കഴിയില്ല, ആൾക്കാരെ ഡിസ്പ്ലേസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഹ്യൂമൻ റിസോഴ്സ് പൊട്ടൻഷ്യലിനെ ടാപ്പ് ചെയ്തു, പക്ഷേ വേണ്ട രീതിയിൽ ഇനിയും ടാപ്പ് ചെയ്യണം. കാര്യം ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ചെന്നാലും ഒരു മലയാളി കാണുമെന്നുള്ളതാണ് എൻ്റെ തമാശ. ലോകത്തെ എല്ലാ ഭാഗങ്ങളും ഉണ്ട്. ആ മനുഷ്യരുടെ, മലയാളിയുടെ, കേരളത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ്റെ മാനവ വിഭവശേഷി കുറെ കൂടെ വർദ്ധിപ്പിക്കണമെന്നുള്ളതായിരിക്കണം ഈ തരുണത്തിൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുമ്പോട്ട് വയ്ക്കുന്ന അജണ്ട. അതായത് സാമ്പത്തികമായ വലിയ ഉന്നതി നേടി അല്ലെങ്കിൽ വികസനത്തിന്റെ അങ്ങ് മൂർധന്യത്തിലാണ് എന്ന് പറയുന്നതിനേക്കാൾ ഉപരി മനുഷ്യരുടെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ മാനസികമായാൽ പോലും കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു വികസനമാണ് വേണ്ടത്. ശരിക്കും തിരിഞ്ഞു നോക്കിയാൽ കേരളം വഴിയാണ് ഇന്ത്യൻ അധിനിവേശം വരുന്നത്. 1498 അന്ന് ഈ സ്പൈസസ് മറ്റും തേടിയാണ് ഇവിടെ വരുന്നത്. ഇന്ന് നേരെ തിരിച്ച് ഒരു റിവേഴ്സ് കോളനൈസേഷൻ എന്ന് പോലും ചിലർ വിളിക്കുന്ന ഒരു കാലമാണ്. ഗൾഫ് നോക്കിയാൽ നമ്മളൊരു ദുബായി പോയാൽ ഒരു കൊച്ചു കേരളമാണ്, അല്ലെങ്കിൽ കേരളത്തെക്കാൾ കൂടുതൽ മലയാളിത്തമുള്ള കേരളമാണ്. അമേരിക്കയിലടക്കം ഒരുപാട് സ്ഥലങ്ങളിൽ മലയാളികൾ കുടിയേറി പാർക്കുന്നു. അവിടുത്തെ റെമിറ്റൻസ് ആണ് നമ്മുടെ എക്കോണമി നിലനിൽക്കാൻ ഒരു പ്രധാന അടിസ്ഥാനം. ആ രീതിയിൽ മലയാളിക്കൊരു ഗ്ലോബൽ മുഖമുണ്ട്, ഒരു ആഗോള മലയാളിയാണ് നമ്മൾ. ആ മലയാളി ആ രീതിയിൽ ഇത്തരണത്തിൽ ചിന്തിക്കണം. കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ലോകത്തിൻ്റെയും ഭാവിക്ക് വേണ്ടി ഈ വിശിഷ്യ ജനവിഭാഗത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. സാമൂഹികമായും വർഗീയമായും ഒരുപക്ഷെ അത്രയും ഒരു അന്ധകാരത്തിലിരുന്ന ഒരു ജനത ആ ഒരു അധികാരം തിരിച്ചു കിട്ടിയപ്പോൾ വീണ്ടും അതിലേക്ക് പോകുന്ന ഒരു പ്രവണതയല്ലേ? ഒരു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വളരെ അടിച്ചമർത്തുന്ന ഭീകരമായ ജാതീയതയും വിഭാഗീയതയും നിറഞ്ഞുന്ന കാലത്താണ് നമ്മുടെ നാട്ടിൽ ശ്രീനാരായണ ഗുരുദേവനെ പോലെ, ചട്ടമ്പി സ്വാമിയെ പോലെ, വിവേകാനന്ദൻ ഇവിടെ വന്ന് നിനക്കൊക്കെ വട്ടാണ്, അതാണ് കൃത്യമായിട്ട് ഇംഗ്ലീഷിലെ മലയാള പരിഭാഷ, ഭ്രാന്താലയം എന്ന് വിളിച്ച സ്ഥലത്തെ മനുഷ്യാലയമാക്കിയിട്ടുണ്ട്. നമ്മളിനിയും ദേവാലയം അല്ലെങ്കിൽ കുറെ കൂടെ പോസിറ്റീവായ ഒരു മുമ്പോട്ടുള്ള പ്രയാണത്തിന് ശ്രമിക്കണം. കേരളത്തിന്റെ എല്ലാ കക്ഷികളും എനിക്ക് തോന്നുന്നു കേരളത്തിന്റെ വികസനത്തിലും മനുഷ്യ വിഭവശേഷി വികസനത്തിലും ഒരൊറ്റ കാഴ്ചപ്പാടോടുകൂടിയാണ് പോകുന്നത്. അതുതന്നെയാണ് ഇന്ത്യക്ക് കേരളത്തിന് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സംഭാവന. ഇതിനായി നല്ലൊരു രാഷ്ട്രകൂടം, നല്ലൊരു ഭരണം വേണം. അതിനെങ്ങനെയുള്ള ഒരു ഭരണ നിർവഹണ സംവിധാനമാണ് നമുക്ക് വേണ്ടത്? 2 കാര്യങ്ങളാണ് കേരളത്തിന്റെ പ്രത്യേകത പറഞ്ഞാൽ. 1893 സ്വാമി വിവേകാനന്ദന്റെ സ്പീച്ചാണ് കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്പീച്ച് എന്ന് പറയുന്നത്. ആ സ്പീച്ചിൽ പറഞ്ഞിരിക്കുന്നതിന്റെ 90% കേരളത്തെക്കുറിച്ചാണ്. ആദ്യമായി ജൂതന്മാർ വന്ന സ്ഥലം, ആദ്യമായി വിശുദ്ധ തോമാസ് ലീഹ എത്തിയ സ്ഥലം എന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ഥലം, ആദ്യത്തെ ചേരമാൻ പള്ളിയുള്ള സ്ഥലം. അപ്പോൾ നമ്മളൊരു ബഹുസ്വരത, മതസൗഹാർദ്ദം, സെക്യുലറിസം മുറുകെ പിടിച്ചുകൊണ്ട് ഒരു വശത്തും, അതേപോലെ ഗ്രോത്ത് ഓറിയന്റഡ് ആയ കൂടുതൽ ജോലികൾ വേണം. കമ്പ്യൂട്ടറുകളൊന്നും എതിർത്തിട്ട് കാര്യമില്ല, നമ്മൾ മനസ്സിലാക്കിയത് ലേറ്റ് ആയിപ്പോയി. ആദ്യത്തെ ടെക്നോ പാർക്ക് നമ്മൾ തുടങ്ങിയെങ്കിലും ഇപ്പോൾ നമ്മുടെ മുമ്പിലായി ബാംഗ്ലൂർ, നമ്മുടെ മുമ്പിലായി ഹൈദരാബാദ്, നമ്മുടെ മുമ്പിലായി പല നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സും. അപ്പോൾ ജോലി വേണം, വിദ്യാഭ്യാസം വേണം. അതിനുവേണ്ടി കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി, മതത്തിനോ സമുദായത്തിനോ അതീതമായി ഒരു കോമൺ കൺസെൻസസ് എല്ലാവരും ഉണ്ടാക്കണം. എൻ്റെ ഒരു വിനീതമായ സാധാരണ മലയാളി എന്ന രീതിയിൽ എൻ്റെ അഭ്യർത്ഥന, ഒരു കോമൺ മിനിമം പ്രോഗ്രാം എല്ലാ ഇലക്ഷനിലും എല്ലാ പാർട്ടിക്കാരും വെക്കണം. അപ്പോൾ ആര് വന്നാലും ഇത് നടപ്പാക്കാം. ഇത് പ്രശ്നം ഒരു സർക്കാർ വരുമ്പോൾ മറ്റേ ആൾക്കാർ ഇവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളാണെങ്കിൽ പോലും നടത്താൻ സമ്മതിക്കില്ല. കാര്യം ഇവർ സ്കോർ ചെയ്തുകൊണ്ട് പോകുന്നു പേടിച്ച്, അല്ലെങ്കിൽ അടുത്ത സർക്കാരിന് തിരിച്ച്. അപ്പോൾ ഒരു കോമൺ മിനിമം പ്രോഗ്രാം എല്ലാ രാഷ്ട്രീയക്കാരും വെക്കുകയാണെങ്കിൽ ഏത് രാഷ്ട്രീയ പാർട്ടി വന്നാലും, ഇപ്പം കൊച്ചി മെട്രോ പ്രധാനമാണ്, തിരുവനന്തപുരം, നമ്മൾ ഈ നിൽക്കുന്ന അനന്തപുരി എന്ന നഗരത്തിൻ്റെ വികസനത്തിന് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് സ്ഥലത്ത് വെള്ളം കയറുന്നുണ്ട്. നമ്മുടെ അട്ടപ്പാടി അടക്കമുള്ള പിന്നോക്ക വിഭാഗങ്ങളിൽ പലപ്പോഴും കുട്ടികൾ മരിക്കുന്നു, അവിടുത്തെ അൺവെഡ് മദേഴ്സിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ ഒരു കോമൺ മിനിമം അജണ്ട വെക്കുകയും കുറെ കൂടെ സ്പീഡ് നമുക്ക് എടുക്കാം. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ പോലെയല്ല, ബീഹാറിന്റെ ബാക്ക്വേർഡ്നെസ് പോലെയൊന്നുമല്ല, നമുക്ക് കുറെ കൂടെ സ്പീഡ് എടുക്കാം. നമുക്ക് 5th ഗിയറിൽ പോകാൻ കഴിയുന്ന അവസരത്തിൽ നമ്മൾ 2nd ഗിയറിൽ മാത്രമാണ് പോകുന്നത് എന്നുള്ളതാണ് വിഷമം.